എന്താണ് ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ എന്ന ഖുർആൻ ഇറങ്ങിയത് എപ്പോഴാണെന്നറിയോ? പ്രമുഖനായ ഒരു സഹാബി, പേര് ഞാൻ പറയുന്നില്ല, പ്രമുഖനായ ഒരു സഹാബി ഒരു അടിമ പെണ്ണിന്റെ, കറുത്ത പെണ്ണിന്റെ കുട്ടിയെ എടാ അടിമയുടെ മോനെ, എടാ കറുത്തവന്റെ മോനെ എന്ന് വിളിച്ചു. യബ്ന സൗദാ, കറുത്തോന്റെ മോനെ എന്നൊന്ന് വിളിച്ചു, കറുത്ത പെണ്ണിന്റെ മോനെ എന്ന് വിളിച്ചു. അപ്പോഴ് അർശ് ചലിച്ചു മക്കളെ, അർശ് ചലിച്ചു. കപ്പത്തിരി പോലെ പരന്ന മൂക്കുള്ള ബിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, സ്പ്രിംഗ് പോലെ ചുരുണ്ട മുടിയുള്ള ബിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, കരിക്കട്ട പോലെ കറുത്ത ബിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ. ആ ബിലാലിനെ കൊണ്ട് കഅബാലയത്തിന്റെ മേളിൽ കയറ്റി കഅബാലയത്തിന്റെ ഉദ്ഘാടനം നിർവഹിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായിയായ ഒരു മനുഷ്യന് ഒരിക്കലും ഒരു അടിമ പെൺകുട്ടിയുടെ മോനായി പോയി എന്നതിന്റെ പേരിൽ കറുത്തോടെ മോനെ എന്ന് വിളിക്കാൻ പാടില്ല. കറുമ്പിയുടെ മോനെ, യബ്ന സൗദാ. വിശുദ്ധ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിച്ചോ, പൂർണ്ണമായി മുസ്ലിമായിക്കോ. അര മുസ്ലിം ആവരുത്, കാൽ മുസ്ലിം ആവരുത്, മുക്കാൽ മുസ്ലിം ആവരുത്, ചെമ്പ് കലർന്ന സ്വർണ്ണമാകരുത്, ഇയം കലർന്ന സ്വർണ്ണമാകരുത്, 24 കാരറ്റ് മുസ്ലിമായിക്കോ. സമ്പൂർണ്ണ മുസ്ലിം, ടോട്ടൽ കമ്മിറ്റ്മെന്റ്, പരിപൂർണമായ പ്രതിബദ്ധത. അങ്ങനത്തെ മുസ്ലിം ആവണം. അങ്ങനെ മുസ്ലിം ആകുന്നത് കൊണ്ട് ഒരു ഹിന്ദു സഹോദരനോ ഒരു ക്രിസ്ത്യാനി സഹോദരനോ ഒരു മതനിഷേധിക്കോ ഒന്നും ഒരു മുസ്ലിമിനെ കൊണ്ടൊരു അപകടവും വരൂല്ല, അത് ഉറപ്പാ. പക്ഷേ അര മുസ്ലിമും കാൽ മുസ്ലിമും ആവുമ്പോ അവനും അപകടം